ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചന്മാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോഡ്വേ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ സെലക്ഷൻ കോൺട്രാക്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ മച്ചന്മാരെ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾ ഏത് ഗോളീനെ എടുത്താലാണ് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ ബെസ്റ്റ് കളിപ്പിക്കാൻ പറ്റിയ ഒരു ഗോളീൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാൻ പറ്റാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗോളീനെ എടുക്കുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ പോഡ്വേയിൽ നിങ്ങൾ ഏതൊരു കാർഡാണ് എടുക്കുന്നത് കിട്ടിയതൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മച്ചാൻ. അപ്പോൾ എന്തായാലും അതുപോലെ മച്ചാൻ നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 100 കോയിൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം മച്ചാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി വെക്കാം നമുക്ക് ആരെയാണ് കിട്ടുകയെന്ന്. ഓൾറെഡി നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി സ്പിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ജസ്റ്റ് റൊണാൾഡോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മച്ചാൻ. എനിക്ക് കിട്ടിയത് നമ്മുടെ ഒരു ഗോളിയാണ്, പെററ്റ്സ് എന്ന് പറഞ്ഞൊരു ഗോളിയാണ് മച്ചാൻ. അപ്പം ഞാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറോ നേരത്തെ മെസ്സേജ് ഇട്ടായിരുന്നു പയ്യൻസ് റൊണാൾഡോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മച്ചാൻ വിചാരിച്ചു റൊണാൾഡോ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് റൊണാൾഡോനെ അല്ല കിട്ടിയേ, നമ്മുടെ ഈ ഒരു ഗോളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടിയ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മച്ചാൻ ഞാൻ ഇതിനകത്ത് എടുക്കാൻ പോകുന്ന ഒരു ഗോളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൈസ് നിങ്ങൾ പൊസിഷൻ യൂസ് ചെയ്യുന്നവർ മാത്രം പിക്ക് ഫോർഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാനത് ഒരു ബ്രോയിൻ്റെ ഇത് കണ്ടപ്പോൾ വിചാരിച്ചാണ് ആശാൻ പിക്ക് ഫോർഡാണ് എടുത്തത്. അപ്പോൾ പറഞ്ഞു അത്ര അവന് കളിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൊസിഷൻ ഗെയിം യൂസ് ചെയ്യുന്നവർ മാത്രം പിക്ക് ഫോർഡിൻ്റെ ഒരു ഇത് എടുത്താൽ മതി. അല്ലാത്തവർക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ലിവാക്കോവിച്ചിനാണ്. ഹൈറ്റ് വെച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് ഡിയോഗോ കോസ്റ്റൻ്റെ കാർഡ്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡിയോഗോ കോസ്റ്റ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പെനാൽറ്റി ഒക്കെ സേവ് ചെയ്തോളൂ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ റിവ്യൂ നമ്മുടെ ഇതാ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ലിവാക്കോവിച്ചിൻ്റെ നമ്മുടെ ഡിയോഗോ കോസ്റ്റൻ്റെ പിക്ക് ഫോർഡിൻ്റെ റിവ്യൂ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മച്ചാൻ ഞാൻ ഓൾറെഡി ലിവാക്കോവിച്ചിനെയാണ് എടുത്തത്. അപ്പോൾ ലിവാക്കോവിച്ചിൻ്റെ എന്താ പറയുക ഞാൻ ഈ ഒരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താ പറയുക റേറ്റിംഗ് കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ ബൂസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മച്ചാൻ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് ഞാൻ ഓട്ടോ സെലക്ട് ആണ് ചെയ്തത്. അതിനുശേഷം ഞാൻ നമ്മൾ സാധാരണ പോലെ ബൂസ്റ്റർ സ്ലോട്ട് 2 പ്രാവശ്യം കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്താ പറയുക എല്ലാം അതായത് പ്ലെയർ സ്കില്ലടക്കം ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100 റേറ്റഡ് വരെ കയറി പോകുന്നുണ്ട്. ഏകദേശം 102 103 വരെ പോകും. കാരണം ഓൾറെഡി നമ്മുടെ ഡബിൾ ബൂസ്റ്റർ മാനേജറും കൂടി ആണെങ്കിൽ 89 മാനേജറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കയറി പോകും. അപ്പോൾ വെച്ചാൽ ഞാൻ ബൂസ്റ്റർ സ്ലോട്ട് ചെയ്തു. പിന്നെ കഴിച്ച് ഞാൻ ആദ്യം ഇപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ എന്താ പറയുക ഈ ഒരു ഗോളിയുടെ എന്താ റിവ്യൂ ആണ്. അപ്പോൾ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. അത്യാവശ്യം നന്നിട്ട് കളിക്കുന്ന പിന്നെ ഒരു ചെറിയ ക്ലിയറിൻ്റെ വ്യത്യാസമുണ്ട് നമുക്ക് കിട്ടിയതിനനുസരിച്ച് വെച്ചാൽ. അപ്പോൾ ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നമ്മുടെ പിക്ക് ഫോർഡിനാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് പൊസിഷൻ ഗെയിം കളിപ്പിക്കുന്നവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്. അതിൽ കൂടുതലുള്ളവരൊന്നും ഇത് യൂസ് ചെയ്യേണ്ട, കാരണം നിങ്ങൾക്ക് അത്ര ലാഭം ഉണ്ടാവില്ല. അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മുടെ പിക്ക് ഫോർഡിൻ്റെ റിവ്യൂ. അത്യാവശ്യം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കുഴപ്പമില്ല. അടുത്ത നമുക്ക് എന്തായാലും നമ്മുടെ ഡിയോഗോ കോസ്റ്റൻ്റെ കാര്യം നോക്കാം ഗൈസ്. അപ്പോൾ ഡിയോഗോ കോസ്റ്റൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ അവരെ അതായത് ബാറ്റിയൊക്കെ അടിച്ചിട്ടും അണ്ണൻ പറപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇടയ്ക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കയറും. കാരണം എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള യൂസിങ് ടൈമിൽ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നന്നായിട്ട് കയറി കളിക്കുന്നുണ്ട് ഡിയോഗോ കോസ്റ്റ. കണ്ടോ ഹൈറ്റൊക്കെ വെച്ചിട്ട് സംഭവം അടിച്ച് പുറത്തേക്ക് വന്നിട്ട്. പിന്നെ എന്താ വെച്ചാൽ മച്ചാൻ അടുത്തുള്ള ഗോളുകൾ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുക്കുക. അങ്ങനെയുള്ളവർ എടുത്താൽ മതി കേട്ടോ. അതായത് നല്ല ഡിഫൻസും കാര്യങ്ങളുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഡിയോഗോ കോസ്റ്റ എടുത്തോളും. പിന്നെ ലാസ്റ്റ് കേസ് നമ്മൾ നമ്മുടെ ലിവാക്കോവിച്ചിനെ എടുത്തായിരുന്നു. അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റിയൊരു കാർഡ് തന്നെയാണ് ലിവാക്കോവിച്ചിനെ. നമ്മൾ ഓൾറെഡി ഇത് എന്താ പറയുക ഞാൻ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും. അപ്പം നോക്കിയിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ കോൺട്രാക്ട് വെറുതെ കളയണ്ട, നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെ ഓൾറെഡി നിങ്ങൾ പോഡ്വേ അടിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ മോഡ്രിച്ചിൻ്റെ ഒരു അടിപൊളി കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡ്രിച്ചിന് നമ്മുടെ മിക്കവാറും ലിമിറ്റഡ് ഡ്രോ ആയിരിക്കും, 50 ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഡാനിയൊക്കെ വന്ന പോലെ. പിന്നെ കേസ് എന്താ പറയുക ലൂക്ക മോഡ്രിച്ച് വരുന്നുണ്ട്, കേസ്മറ ഉണ്ട്, പിന്നെ മാർക്കോ അസെൻസിയോ ഉണ്ട്, ഡാനി കാർവജലുണ്ട്, പിന്നെ മൺഡേ പാക്ക് ഓൾറെഡി ജിറോഡൊക്കെയാണ് വെച്ചാൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.